നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര സമന്വയ സാംസ്കാരിക സൗഹൃദ വേദിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. പാലപ്പിള്ളി കുണ്ടായിയിൽ റോഡിൽ പുലിയിറങ്ങി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ കത്തോലിക്ക കോൺഗ്രസ് 106ാം പതാക ദിനം ആചരിച്ചു. അതിരപ്പിള്ളിയിൽ മരത്തിൽ നിന്ന് വീണ് ആദിവാസി യുവാവിന് ഗുരുതര പരിക്ക്. വാർത്തകൾ വിശദമായി. കൊടകര സമന്വയ സാംസ്കാരിക സൗഹൃദ വേദിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. കൊടകര ഗവൺമെന്റ് LPU സ്കൂളിൽ നടത്തിയ ക്യാമ്പ് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. സമന്വയ പ്രസിഡന്റ് TA രാജൻ ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ CD സിബി, TV പ്രജിത്ത്, പൊതുപ്രവർത്തകരായ KV നൈജോ, VM ആന്റണി, IR രാജൻ, റിട്ടയർഡ് ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പത്മിനി, P നാരായണൻകുട്ടി, സണ്ണി ഏറ്റുമാനുകാരൻ, ഡോക്ടർ ആനന്ദ് എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പിൽ ചികിത്സ തേടി. സംഘാടകൻ കഴിഞ്ഞ ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു ഫസ്റ്റ് അപ്രോച്ച് ചെയ്തപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന വലിയൊരു സംഘം ബെനിഫിഷ്യറീസ് ഈ നാട്ടുകാരാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു പാലപ്പിള്ളി കുണ്ടായിയിൽ റോഡിൽ പുലിയിറങ്ങി. കുണ്ടായി ചൊക്കന റോഡിലാണ് കാർ യാത്രക്കാർ പുലിയെ കണ്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30യോടെ ഇതുവഴി വന്ന കാറിന് മുന്നിലൂടെ പുലി റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു. കാർ യാത്രക്കാരാണ് പുലിയുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത്. ഹാരിസൺ കമ്പനിയുടെ മാനേജറുടെ ബംഗ്ലാവിലേക്കുള്ള റോഡിലൂടെ പുലി പോയതായി യാത്രക്കാർ പറയുന്നു. ഈ പ്രദേശത്ത് പുലിയിറങ്ങി പശുക്കളെ ആക്രമിക്കുന്നത് പതിവായിരുന്നു. കഴിഞ്ഞ ദിവസം പുലിയിറങ്ങി പശുവിനെ കൊന്ന സ്ഥലത്ത് നിന്ന് 200 മീറ്റർ മാറിയാണ് പുലിയെ യാത്രക്കാർ കണ്ടത്. പാലപ്പിള്ളി മേഖലയിൽ പുലിയുടെ ആക്രമണം പതിവാണെങ്കിലും ആദ്യമായാണ് നാട്ടുകാർ പുലിയെ കാണുന്നത്. ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതോടെ അതിനെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊന്നക്കുഴി ചക്രപാണിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഓട്ടോ ടാക്സിയിൽ ഇടിച്ച് അപകടം. 2 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. ചാലക്കുടി ഭാഗത്തു നിന്ന ബൈക്ക് പെരിങ്ങലിൽ നിന്ന് വരികയായിരുന്ന ഓട്ടോ ടാക്സിയിൽ ഇടിക്കുകയായിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന പാലക്കാട് സ്വദേശി 26 വയസ്സുള്ള മേഴാറ്റൂർ കാഞ്ഞിരവളവിൽ ധനലക്ഷ്മിയും ഒപ്പം സഞ്ചരിച്ചിരുന്ന കുട്ടനാട് ചിത്തിരങ്കാട്ട് വളപ്പിൽ 18 വയസ്സുള്ള യദു കൃഷ്ണയ്ക്കുമാണ് പരിക്കേറ്റത്. ബൈക്കിലുണ്ടായിരുന്ന 2 പേരുടെയും പരിക്ക് ഗുരുതരമാണ്. പരിക്കേറ്റ ഇരുവരെയും ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലും പിന്നീട് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്കും മാറ്റി. ബൈക്ക് യാത്രികർ അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്യുകയായിരുന്നെന്ന് ഓട്ടോ ടാക്സി ഡ്രൈവർ വെട്ടിക്കാടൻ ബൈജു പറയുന്നു. ഒരു പെൺകുട്ടിയാണ് ബൈക്ക് ഓടിച്ചായിരുന്നു. അവർ കൺട്രോൾ പോയിട്ട് നേരെ വന്നിട്ട് വണ്ടി കയറായിരുന്നു. കുറച്ച് തലേന്ന് എന്തൊക്കെ മുറിവൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ എവിടെ നിന്ന് വന്നതാ? എൻ്റെ വീട് പെരിങ്ങോട്ട്. സ്പീഡിലായിരുന്നു ഒരു ഓവർ സ്പീഡായിരുന്നു. ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് വരായിരുന്നു. ഓട്ടോയിലുണ്ടായിരുന്ന ബൈജുവിന്റെ മകൾക്കും അപകടത്തിൽ പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ ഗ്ലാസ് തട്ടി നെറ്റിയിലാണ് പരിക്കേറ്റത്. പരിക്കേറ്റ മകളെ ചാലക്കുടിയിലെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ തേടി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ കത്തോലിക്ക കോൺഗ്രസ് 106ാം പതാക ദിനം ആചരിച്ചു. ഫാദർ ജെയ്സൺ കരിപ്പായി പതാക ഉയർത്തി. ഫാദർ സിബിൻ വാഴപ്പള്ളി, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡേവിസ് തെക്കിനിയത്ത്, രൂപത പ്രതിനിധി ജോസ് കോച്ചക്കാടൻ, കൈക്കാരന്മാർ ജോയ് വടക്കേത്തല, സ്റ്റാൻലി കുറ്റിയിൽ, ജോയ് മാളിയക്കൽ എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഇടവക ജനങ്ങളും പങ്കെടുത്തു. നന്മത്തിന്മകളെ ഉപയോഗിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. നന്മത്തിന്മകളെ ഉപയോഗിച്ചറിയുമ്പോൾ ഒരു പൗരന് ലഭിക്കേണ്ട അവകാശങ്ങളും അവൻ ചെയ്യേണ്ട കടമകളുമെല്ലാം നമുക്ക് ഓരോരുത്തർക്കും ഉപയോഗിച്ചറിയേണ്ട കടമയുണ്ട്. അപ്രകാരം നന്മകളെ പ്രോത്സാഹിപ്പിക്കാനും തിന്മകളെ ചെറുക്കുവാനും കടമകൾ പ്രോത്സാഹിപ്പിക്കുവാനും എന്നും കത്തോലിക്ക കോൺഗ്രസ് മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. അതിരപ്പിള്ളിയിൽ മരത്തിൽ നിന്ന് വീണ് ആദിവാസി യുവാവിന് ഗുരുതര പരിക്ക്. വാച്ചുമരം കോളനി നിവാസി 22 വയസ്സുള്ള സുധീഷിനാണ് പരിക്കേറ്റത്. എടന മരത്തിൽ നിന്ന് കായ്കനികൾ പറിക്കാൻ കയറിയതായിരുന്നു സുധീഷ്. ഇതിനിടെ മരത്തിൽ നിന്ന് വീഴുകയായിരുന്നു.
കോളനി നിവാസികൾ ചേർന്ന് സുധീഷിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന ശതദിന ഭാരത് നൃത്തോത്സവത്തിന്റെ 50ാം ദിനാഘോഷത്തിന്റെ ഭാഗമായി ദേവസ്ഥാനം കലാപീഠത്തിലെ ചെണ്ട വിഭാഗത്തിലെ 2ാം വർഷ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ചെണ്ടമേളം അരങ്ങുണർത്തലിൽ ആരംഭിച്ചു. തുടർന്ന് നടന്ന 50ാം ദിന ചടങ്ങിൽ പ്രശസ്ത നർത്തകിയും സിനിമാ താരവുമായ നവ്യ നായർ, ഡോക്ടർ ഉണ്ണീസ്വാമികൾ എന്നിവർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണീസ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ദൃശ്യമാധ്യമ പ്രവർത്തകനായ ഹരി പി നായർ ആശംസകൾ നേർന്നു. ട്രസ്റ്റിമാരായ വേണുഗോപാൽ, ദേവദാസ്, സ്വാമിനാഥൻ, അഡ്വക്കേറ്റ് കെ വി പ്രവീൺ, അരുൺ, PRO KG ഹരിദാസ്, ദേവസ്ഥാനം കലാപീഠം പ്രിൻസിപ്പാൾ ഡോക്ടർ ജയപ്രകാശ് ശർമ്മ, നൃത്തോത്സവ കമ്മിറ്റിയായ സന്തോഷ് കുമാർ, ദിനേശ് രാജ എന്നിവർ പങ്കെടുത്തു. വോട്ട് ചെയ്ത് മടങ്ങുമ്പോൾ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. അതിരപ്പള്ളി പഞ്ചായത്തിൽ കണ്ണൻകുഴി സ്വദേശി കാരിക്കൽ രവിയുടെ മകൻ 35 വയസ്സുള്ള സതീഷാണ് മരിച്ചത്. വാഴച്ചാൽ പാലത്തിന് സമീപം ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കും ജീപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച ഉച്ചയോടെയാണ് മരിച്ചത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6685 രൂപ, പവന് 53,480 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര സമന്വയ സാംസ്കാരിക സൗഹൃദ വേദിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. പാലപ്പിള്ളി കുണ്ടായിയിൽ റോഡിൽ പുലിയിറങ്ങി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ കത്തോലിക്ക കോൺഗ്രസ് 106ാം പതാക ദിനം ആചരിച്ചു. അതിരപ്പള്ളിയിൽ മരത്തിൽ നിന്ന് വീണ് ആദിവാസി യുവാവിന് ഗുരുതര പരിക്ക്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.